പന്തുകളെ ഞാൻ ഇങ്ങനെയേ സമീപിക്കൂ. അത് ആദ്യ പന്താണെങ്കിലും അവസാന പന്താണെങ്കിലും. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് എന്താണോ ഞാനത് ചെയ്യും. വീഴ്ചകളെക്കുറിച്ച് ഭയമൊന്നുമില്ല. സിംബാബ്വെക്കെതിരെ നേരിട്ട ആദ്യ പന്തിനെ തന്നെ ഗാലറിയിലെത്തിച്ചതിനെ കുറിച്ച് അഭിഷേക് ശർമ്മ കളിക്ക് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ തൻ്റെ ആദ്യ സെഞ്ചുറിയിലേക്ക് അടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഭയത്തിൻ്റെ നിഴലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഇന്നിംഗ്സ് 14 ഓവറിലേക്ക് കടക്കുമ്പോൾ അഭിഷേകിന്റെ സ്കോർ 82. സൂക്ഷിച്ച് കളിച്ചാൽ 15ാമത്തെ ഓവറിലാണെങ്കിലും സെഞ്ചുറിയിൽ തൊടാം. എന്നാൽ ആ ചരിത്ര നേട്ടത്തിനായി കാത്തു നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. വെല്ലിംഗ്ടൺ മസാക്കാട്സ് എറിഞ്ഞ 14ാം ഓവറിൽ തുടരെ 3 പന്തുകളെ ഗാലറിയിലെത്തിച്ച് അഭിഷേക് തന്റെ സെഞ്ചുറിയിൽ തൊട്ടു. അടുത്ത പന്തിൽ തന്നെ വിക്കറ്റ് നൽകി മടക്കം. സിംബാബ്വെക്കെതിരെ ആദ്യ 50ൽ തൊടാൻ അഭിഷേക് എടുത്തത് 33 പന്താണെങ്കിൽ അടുത്ത 50 റൺസിനായി എടുത്തത് വെറും 13 പന്ത്. 3 അക്കം കടക്കാൻ ആകെ നേരിട്ടത് 47 പന്ത്. T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ 3ാമത്തെ സെഞ്ചുറി. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ആ 23കാരൻ തന്റെ വരവറിയിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ സംപൂജ്യനായി മടങ്ങുമ്പോൾ IPL അല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്നും അതിത്തിരി കടുപ്പമാണെന്നുമൊക്കെ വിമർശകർ അയാൾക്ക് ക്ലാസ് എടുത്തു തുടങ്ങിയിരുന്നു. പക്ഷേ തനിക്കിതെല്ലാം ഒന്നാണെന്ന് വിളിച്ചു പറയുകയാണിപ്പോൾ അഭിഷേക്. 8 പടുകൂട്ടൻ 6കളും 7 4കളും അയാളുടെ ഇന്നിംഗ്സിന് അകമ്പടി ചാർത്തി. IPLൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു അയാൾ. ലോകകപ്പ് നേട്ടത്തോടെ T20 ക്രിക്കറ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയുടെ വിടവ് ഓപ്പണിംഗിൽ ആര് നികത്തും എന്ന ചോദ്യത്തിന് ഉത്തരമെത്തിയിരിക്കുന്നു എന്നാണ് അഭിഷേകിന്റെ അതിശയ ഇന്നിംഗ്സിന് ശേഷം നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. 11ാം ഓവർ മുതലാണ് ഹരാരയിൽ അഭിഷേകിന്റെ വെടിക്കെട്ട് ആരംഭിക്കുന്നത് തന്നെ. 30 പന്തിൽ 41 റൺസായിരുന്നു അപ്പോൾ അയാളുടെ സമ്പാദ്യം. ഡിയോൺ മേയേഴ്സ് എറിഞ്ഞ 11ാം ഓവറിൽ അടിച്ചെടുത്തത് 28 റൺസ്. ആ ഓവറിൽ പിറന്നത് 2 6ഉം 3 4ഉം. അതേ ഓവറിൽ അയാളുടെ അർദ്ധ സെഞ്ചുറിയും പിറന്നു. പിന്നെ സെഞ്ചുറിയിലേക്ക് വെറും 2 ഓവറിന്റെ ദൂരം. മസാക്കാട്സ് എറിഞ്ഞ 13ാം ഓവറിൽ അടിച്ചെടുത്തത് 21 റൺസാണ്. ക്രീസിൽ നിലയുറപ്പിക്കുന്ന സമയത്തോളം തകർത്തടിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് മൈതാനത്ത് അഭിഷേകിന്റെ പോളിസി. വിക്കറ്റ് സൂക്ഷിച്ച് കളിക്കാൻ അയാൾ ശ്രമം നടത്തുന്നത് ഒരിക്കൽ പോലും ആരാധകർ കണ്ടിട്ടില്ല. ഇന്നലെ ഹരാരയിലും അത് തന്നെയാണ് കണ്ടത്. സെഞ്ചുറിക്ക് ശേഷം അടുത്ത പന്തും ഗാലറിയിൽ എത്തിക്കാനാണ് അഭിഷേക് ശ്രമിച്ചത്. ഒടുവിൽ അതൊരു ക്യാച്ചിൽ കലാശിച്ചു. കഴിഞ്ഞ IPLൽ അയാളുടെ വിസ്മയിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനങ്ങൾ പലവരും കണ്ടതാണ് നമ്മൾ. റെക്കോർഡ് ബുക്കുകൾ പലതും തിരുത്തിയെഴുതി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ റൺമലകളിൽ പലതും അയാളും ട്രാവിസ് ഹെഡും ചേർന്നാണ് പടുത്തുയർത്തിയത്. IPL തുടങ്ങുന്നതിന് മുമ്പ് അപകടകാരികളായ ബാറ്റർമാരുടെ പട്ടികയിലൊന്നും അയാളുടെ പേര് ക്രിക്കറ്റ് വിശാരദർ ആരും എഴുതി ചേർത്തിരുന്നില്ല. പക്ഷേ IPL തുടങ്ങിയതോടെ കളി മാറി, കഥയും. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഒരു 23കാരന്റെ മാസ് എൻട്രിയാണ് പിന്നീട് ആരാധകർ കണ്ടത്. കഴിഞ്ഞ സീസണിൽ 16 ഇന്നിംഗ്സുകളിൽ നിന്ന് അഭിഷേക് അടിച്ചുകൂട്ടിയത് 484 റൺസാണ്. അതും 204 സ്ട്രൈക്ക് റേറ്റിൽ. ഇത്രയും അധികം സ്ട്രൈക്ക് റേറ്റിൽ മറ്റൊരു താരവും സീസണിൽ 400 പിന്നിട്ടിട്ടില്ല എന്നോർക്കണം. ഇതിൽ തന്നെ ഏറ്റവും കൗതുകം അയാൾ ഒരു കളിയിൽ പോലും 28ലധികം പന്തുകൾ നേരിട്ടിട്ടില്ല എന്നതാണ്. ഒരു കളിയിൽ പോലും 30 പന്തുകൾ അഭിമുഖീകരിക്കാതെ ഒരു താരം 400 റൺസിലധികം നേടുന്നത് IPL ചരിത്രത്തിൽ ആദ്യമാണ്. സത്യത്തിൽ കരിയറിന്റെ ആദ്യത്തിൽ കുറച്ച് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഇടങ്കയ്യൻ സ്പിന്നറായിരുന്നു അഭിഷേക്. പക്ഷേ തന്റെ ബാറ്റിംഗ് രാഗമിനിക്കിയെടുത്ത അഭിഷേക് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ റോളിലേക്ക് പിന്നീട് ഉയരുകയായിരുന്നു. 2016 ഏഷ്യ കപ്പ് നേടിയ അണ്ടർ-19 ടീമിലും 2018 അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അഭിഷേക് ഉണ്ടായിരുന്നു. 2018 IPL സീസണിൽ 55 ലക്ഷം നൽകി ഡൽഹി ഡയർഡെവിൾസ് താരത്തെ കൂടാരത്തിലെത്തിച്ചു. തൊട്ടടുത്ത സീസണിലാണ് ഹൈദരാബാദിലെത്തുന്നത്. പക്ഷേ കാര്യമായ അവസരങ്ങളോ കിട്ടിയ അവസരങ്ങളിൽ പ്രതീക്ഷക്കൊത്തുയരാനോ സാധിച്ചില്ല. 4 സീസണുകളിൽ നിന്നായി 22 മത്സരങ്ങളിൽ മാത്രമേ കളിക്കാനായുള്ളൂ. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഭിഷേകിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. 2022 ലേലത്തിൽ 6.5 കോടി നൽകി താരത്തെ ടീം നിലനിർത്തി. ആ സീസണിൽ 426 റൺസ് അടിച്ച് അഭിഷേക് ടീമിന്റെ പ്രതീക്ഷകൾ കാത്തു. അച്ഛൻ രാജ്കുമാർ ശർമ്മയാണ് അഭിഷേകിന് ബാറ്റിംഗിലെ ആദ്യ പാഠങ്ങൾ പകരുന്നത്. പഞ്ചാബിൽ നിന്നുള്ള താരത്തെ രാഗിമിനിക്കിയെടുത്തവരിൽ മറ്റൊരാൾ സാക്ഷാൽ യുവരാജ് സിംഗ് ആണ്. യുവരാജിന്റെ കൂടെ നെറ്റ്സിൽ ദീർഘനേരമുള്ള സെഷനുകൾ ഗുണം ചെയ്തെന്ന് താരം മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. ഏതായാലും ഇതിഹാസങ്ങൾ എത്ര പടിയിറങ്ങിയാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ശോഭനമാണെന്ന് തന്നെ പറയേണ്ടി വരും.